ഓർക്കാപ്പുറത്താണ് കുറച്ച് ഗസ്റ്റ് വന്നത്. പെട്ടെന്നൊരു ബിരിയാണി തയ്യാറാക്കേണ്ടി വന്നു. ഭയങ്കര ടേസ്റ്റിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയ ഒരു ബിരിയാണിയാണ് കേട്ടോ. കഴിച്ചവരൊക്കെ നല്ല ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞ് അതിൻ്റെ റെസിപ്പി എൻ്റെ അടുത്ത് നിന്ന് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയി. എനിക്ക് മുമ്പേ അറിയാം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന്. അതുകൊണ്ട് എന്തായിരുന്നാലും നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് ഞാൻ തുടക്കത്തിൽ തന്നെ വിചാരിച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒട്ടും പ്രീ പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോ എടുക്കുന്നത് പോലെ അത്ര പെർഫെക്ഷനിലോ അത്ര അറേഞ്ച്മെൻറ്റ്സോട് കൂടിയോ ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ സാധാരണ കുക്ക് ചെയ്യുന്ന രീതിയിൽ ആ ക്ലിപ്പിങ്സ് എടുത്തു എന്നേ ഉള്ളൂ. അപ്പം ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് കഴിയുന്ന മാക്സിമം നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഇച്ചിരി വലിയ അളവാണ് കേട്ടോ എടുക്കുന്നത്. ഒരു 8 പേർക്ക് കഴിക്കാനുള്ള അളവാണ്. നിങ്ങൾക്ക് എത്ര പേർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഈ അളവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റം വരുത്തിക്കൊണ്ടാൽ മതി. ഞാൻ കുക്കറിൽ ഒരു 1-1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 4-5 സവാള ചെറുതായിട്ട് അരിഞ്ഞ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ചിക്കനൊക്കെ ഞാൻ നേരത്തെ നാരങ്ങാനീരൊക്കെ പുരട്ടി നന്നായി കഴുകി വെച്ചിരിക്കുകയായിരുന്നു. ആ ചിക്കൻ പീസസൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അല്പം പുതിനായില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പുതിനായില നല്ല മണമാണ്, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടണേ. പിന്നെ ഒരല്പം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ. ആ പേസ്റ്റും ഒരു 2-3 പച്ചമുളകും കൂടെ ചേർത്ത് ഞാൻ മിക്സിയിൽ അരയ്ക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ഉള്ളതെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് മിക്സിയിൽ അരച്ചെടുക്കുക. ഒരു 2-3 തക്കാളിയും കൂടെ ഞാനത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് മുമ്പേ ആ ക്ലിപ്പിങ്സ് ഒന്ന് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം പെർഫെക്ഷനായിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്ന്. അപ്പം ഈ പേസ്റ്റും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം. ചെറിയ ജീരകമല്ല, നമ്മുടെ ആ പട്ടയുടെയൊക്കെ കൂടെ കിട്ടുന്ന മസാല പൊടികളിലൊക്കെ അരയ്ക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു ജീരകമില്ലേ, പെരുംജീരകം, അതിട്ട് കൊടുക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പോലും വേണ്ട കേട്ടോ, അല്പം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യത്തിന് നിങ്ങൾ ഏത് പൊടിയാണ് എടുക്കുന്നത്, കാശ്മീരി ചില്ലി ആണെങ്കിൽ അതൊരല്പം കൂടുതൽ ഇടേണ്ടി വരും, കാരണം അതിന് എരി കുറവാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. അതല്ല നിങ്ങൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ അതൊരല്പം കുറച്ചിട്ട് കൊടുത്താൽ മതിയാവും. അതുകൊണ്ട് മുളക് പൊടിയുടെ കണക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. വീട്ടിൽ വറുത്ത മല്ലിയാണെങ്കിൽ നല്ല കളറായിരിക്കും. ഞാൻ വീട്ടിൽ വറുത്ത മല്ലിപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. അതൊരു 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ അടുത്ത് പുളിക്കാത്ത നല്ല തൈര് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത്രയും അളവിനാണ് കേട്ടോ ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തത്. നിങ്ങൾ എത്ര എടുക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്തുകൊണ്ടാൽ മതി. ഇനി ഒരല്പം പുതിനായിലയും മല്ലിയിലയും കൂടെ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ കഷ്ണങ്ങളിലൊക്കെ പിടിക്കുന്നത് പോലെ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കുക്കറിൽ ഒരൊറ്റ വിസിലടുപ്പിച്ചിറക്കുക. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ നന്നായിട്ട് വെന്തു. പക്ഷേ ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് ആ വെള്ളം ഒന്ന് പറ്റാനുണ്ടായിരുന്നു. ഞാൻ ചെറിയ കുക്കറുമാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ആ ചെറിയ കുക്കറിലുള്ളതെല്ലാം കൂടെ ചേർത്ത് ഒരു വലിയ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു, ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടേ. പിന്നെ ഞാൻ ഒരു 2-3 സവാള നല്ല ചെറുതായിട്ടരിഞ്ഞ് നല്ല ക്രിസ്പിയായിട്ട് ബ്രൗണായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയുടെ കൂടെ കുറച്ച് നട്ട്സും കിസ്മിസും കൂടെ 3ഉം കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പകുതി സവാള വറുത്തതും കൂടെ ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചാണ് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ആ സവാള മൂപ്പിച്ചത് അങ്ങനെ ആ ചിക്കനിലോട്ട് ഇട്ട് അതിൻ്റെ ആ ഫ്ലേവറും കൂടെ ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു ഭയങ്കര, ഞാൻ പറഞ്ഞില്ല, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി എന്ന് പറഞ്ഞത് ഇതുകൊണ്ടാണ്. നല്ല ടേസ്റ്റാണ്. അതൊരു 2-3 മിനിറ്റൊക്കെ ആയപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നു. അപ്പോൾ ആ ചിക്കൻ നമുക്ക് റെഡിയായി കിട്ടി. അതങ്ങോട്ട് നമ്മൾ മാറ്റി വെച്ചു. ഇനി നമുക്ക് ചോറ് വേവിക്കണം. വെള്ളത്തിലോട്ട് നമ്മൾ പട്ട, ഒരു 2-3 ഏലയ്ക്ക, ഗ്രാമ്പൂ, അല്പം വയണയില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബസുമതി അരി സോക്ക് ചെയ്തതൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വറ്റിച്ചെടുക്കുന്ന കാരണം കുക്കറിൽ വെക്കുന്നതിനെക്കാട്ടും കുക്കറിൽ ബസുമതി അരിയുടെ കണക്ക് ഒരു 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ വെക്കുന്നത്. നമ്മൾ പറ്റിച്ചെടുക്കാൻ വേണ്ടി വെക്കുമ്പോൾ 1 ഗ്ലാസ് വെള്ളം അധികം വെക്കണം. അപ്പോൾ കറക്റ്റാக പറ്റി വരുമ്പം എന്താ കണ്ടില്ലേ, ചോറ് നല്ല ഉത്തീരായിട്ട് നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. കറക്റ്റ് വേവിന് നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിൽ, കുക്കറിലോ ഏതെങ്കിലും ഒരു വലിയ പാത്രത്തിലോട്ട് ആദ്യം ചോറൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്കിതൊന്ന് ലെയർ ചെയ്തെടുക്കണം. ആദ്യം കുറേ ചോറിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ്റെ കൂട്ട് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്ന സവാളയും
പിന്നെ നട്ട്സും കിസ്മിസും കൂടെ വറുത്ത് വെച്ചിരുന്നില്ലേ, നല്ല ക്രിസ്പി ആയിട്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ലെയർ. അതിനുശേഷം വീണ്ടും ഒരു ലെയർ ചോറ് ഇട്ട് കൊടുക്കുക, ചിക്കൻ ഇട്ട് കൊടുക്കുക, ഈ സവാളയും കിസ്മിസും കൂടെ ഇട്ട് കൊടുക്കുക. ഏറ്റവും മുകളിലായിട്ട് കുറച്ച് പുതിന ഇലയും കുറച്ച് മല്ലി ഇലയും കൂടെ നന്നായിട്ട് പൊടി പൊടിയായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതങ്ങോട്ട് മുകളിലോട്ടൊന്ന് വിതറി കൊടുക്കുക. ഞാനിപ്പോൾ ഇത് 2 പാത്രത്തിലായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചത്. ഒരു പാത്രത്തിലായിട്ട് തികഞ്ഞില്ല, അപ്പോൾ 2 പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോഴാണ് അതിൻ്റെ എല്ലാം കൂടെ ഒരു ഫ്ലേവർ ഇറങ്ങി നല്ല ടേസ്റ്റ് ആവുന്നത്. ഒരു ദോശക്കല്ല് അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, അത് മാത്രം മതി. കുക്കറാണ് വെക്കുന്നതെങ്കിൽ വിസിലൊന്നും ഇടണ്ട, വിസിലില്ലാതെ വെച്ച് കൊടുക്കുക. മറ്റേതെങ്കിലും പാത്രമാണെങ്കിൽ ചുമ്മാ അത് അടച്ചു വെച്ച് കൊടുക്കുക. ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ദേ തുറന്നു, നമുക്ക് ബിരിയാണി സെറ്റായി റെഡിയായി കേട്ടോ. ഇനി ഇതിന് കോമ്പിനേഷനായിട്ട് നമുക്കൊരു ചട്നി അരച്ചെടുക്കാമേ. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ കട്ട് ചെയ്തോ തിരുവിയോ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരല്പം ഇഞ്ചിയും എരിവിന് ആവശ്യമുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഒരല്പം പുതിനയിലയും മല്ലിയിലയും, പുതിനയില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, മല്ലിയില മാത്രമായാലും മതി. ഒരു പാകത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. ഒരല്പം നാരങ്ങ നീരോ, നാരങ്ങ നീരില്ലെങ്കിൽ അല്പം വിനിഗറോ ഒഴിച്ചു കൊടുത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. ദേ ഇതുപോലെ തരിതരിപ്പായിട്ട് അരച്ചെടുക്കുക. സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ ബിരിയാണിക്ക്. സത്യത്തിൽ ഈ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഒരുപാട് നെയ്യോ എണ്ണയോ ഒന്നും ചേർത്തിട്ടില്ല. ഉള്ളി സവാള പോലും നമ്മൾ നെയ്യിലൊന്നും വഴറ്റിയെടുത്തിട്ടില്ല. ഭയങ്കര ടേസ്റ്റുള്ള ബിരിയാണിയാണ് കേട്ടോ. വന്നവരൊക്കെ കഴിച്ചിട്ട് എൻ്റെ റെസിപ്പി അതുപോലെ ചോദിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.